ആരെയും സങ്കടപ്പെടുത്തുന്ന വീഡിയോയാണ്. ഗസയിൽ അനാഥരായ 1000 കുഞ്ഞുങ്ങളുടെ ബിരുദദാന ചടങ്ങിൽ വിതുമ്പുന്ന നിമിഷം. സ്നേഹം സലാം ഇക്ബാലാണ് സംസാരിക്കുന്നത്. അൽവഫ അനാഥ ഗ്രാമത്തിൽ തൊപ്പികളും ഗൗണുകളും ധരിച്ച അനാഥ കുട്ടികൾ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഡിപ്ലോമകൾ സ്വീകരിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങൾ അവിടെ കാണാതെ അവർ തിരയുകയാണ്. പലരും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. Assalamualaikum. Wah, Kingoch. Pensu. ചില അവശിഷ്ടങ്ങൾക്കിടയിലും രക്ഷിതാക്കളെ തിരയുന്ന കുട്ടികൾക്കൊപ്പമാണ് എൻ്റെ മനസ്സ് എന്ന് പറയുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ്റെ മനസ്സിൻ്റെ വലിപ്പം എത്രയോ വലുതാണ്. ഒരുപാട് സെലിബ്രിറ്റീസും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുടെ നേതാക്കളും ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത പല നേതാക്കളും ആർക്കൊക്കെ വേണ്ടി തലകുനിക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ കണ്ട് ഇതൊന്നും എന്നോടല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന അമേരിക്കയും ധാർഷ്ട്യത്തോടെ പ്രവർത്തിക്കുന്ന ഇസ്രായേലും ഇന്നേ ദിവസം പോലും ഫലസ്തീനികളെ വേട്ടയാടുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇനിയും അനാഥ കുട്ടികളെ നമുക്ക് ഉണ്ടാക്കണം. ഈ ലോകത്തിന് അനാഥ കുട്ടികളെ ആവശ്യമുണ്ട് എന്നുള്ള ബോധത്തോടെയാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോഴും പല രാജ്യങ്ങളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് തീരും ഇങ്ങനെയുള്ള അനാഥ കുട്ടികളെ ഉണ്ടാക്കുന്നതിൽ അവസാനിക്കുന്നത്? എന്ത് നേടി ഇവർ ഇതുകൊണ്ട്? ഒക്ടോബർ 10 US മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം 500-ലധികം ഫലസ്തീനികളെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതായി ഗസയിലെ ഗവൺമെൻറ് മീഡിയ ഓഫീസിൽ അറിയിച്ചു. ഗസയിലെ ആക്രമണം ഇസ്രായേൽ ഒരിക്കലും നിർത്തിയിട്ടില്ല.